ഇന്ന് രാവിലെ എൻ്റെ അപ്പത്തൊരു നന്നായാലോ എന്നൊരു ഉള്ളിൽ നിന്നൊരു ഉൾവിളി. അപ്പോൾ വിചാരിച്ച് പള്ളിയിൽ പോകാൻ. അങ്ങനെ ഒരുങ്ങി കിട്ടി പള്ളിയിൽ പോയതാണ് നിങ്ങൾ കണ്ടത്. പള്ളിയിൽ പോയി വന്നപ്പോൾ മുട്ടക്കറിയും ചപ്പാത്തിയും തിന്നാലോ എന്നൊരാഗ്രഹം. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാൻ നിന്ന് കഴിഞ്ഞാൽ കല്ല് പോലത്തെ ചപ്പാത്തിയും കിട്ടും. പിന്നെ ഇന്ന് ചപ്പാത്തി വൈകുന്നേരത്തേക്ക് തിന്നാനും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് നൂലപ്പം മുട്ടക്കറിയാക്കാം. അങ്ങനെ നൂലപ്പത്തിന് വേഗം ചൂടുള്ളൊക്കെ തിളപ്പിച്ച് നൂലപ്പത്തിന് കുഴച്ച് വെച്ച് മുട്ടക്കറിക്കുള്ള സബോള ഇഞ്ചി പച്ചമുളക് സാധനങ്ങളൊക്കെ വഴറ്റി വെളിച്ചെണ്ണ എടുത്തപ്പോഴാണ് വെളിച്ചെണ്ണ തീർന്ന് വിവരം അറിഞ്ഞത്. അപ്പോൾ വേഗം വെളിച്ചെണ്ണ കന്നാസിലുണ്ട്. അപ്പോൾ അത് പകർത്താമെന്ന് വിചാരിച്ചത് പകർത്താൻ നിന്നു. ഒരു തുള്ളി പോലും കളയാണ്ട് വേണം നമ്മൾ പകർത്താനൊക്കെ പകർത്താനായിട്ട്. കാരണം എന്താ, വെളിച്ചെണ്ണയ്ക്ക് എന്താ വില എന്നറിയൂ. ഒരു തുള്ളിക്ക് കൊടുക്കണം നല്ല കാശ്. അത് കാരണം ഒരു തുള്ളി പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല. അങ്ങനെ അത് പകർത്തി വെളിച്ചെണ്ണയിൽ സബോള തക്കാളി ഇഞ്ചി പച്ചമുളക് സാധനങ്ങളൊക്കെ ഇട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകുപൊടി ഗരം മസാല മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് മുട്ട പുഴുങ്ങിയതിട്ടാൽ നമ്മുടെ മുട്ടക്കറി സെറ്റ്. പൊടികളൊക്കെ എന്താണ് ടിന്നടക്കം ചെരിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ അടിഭാഗത്ത് കുറച്ചും കൂടി ഉള്ള എല്ലാം കഴിഞ്ഞു. ഇനി പകർത്തി വെച്ചിട്ട് വേണം. അതാണ് ടിന്നടക്കം ചെരിയണത്. തോന്നിയാൽ മാത്രത്തിൽ ആർഭാടൊക്കെ ആയിട്ട് മുട്ടക്കറി ഞാൻ വെക്കാറുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, തേങ്ങാപ്പാലിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുമ്പാലിൽ അഡ്ജസ്റ്റ് ചെയ്യും. നൂലപ്പം പാലും അതും ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ അതാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ പാലും അടപ്പത്ത് വെച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഉണ്ണിക്കുട്ടൻ പാല് മതി എന്ന സമയത്ത് പറയാം. അത് കാരണം ഞാൻ പാലും കൂടി എടുത്തു. നൂലപ്പത്തിൻ്റെ കൂടെ അവർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് പാലും അടപ്പത്ത് വെച്ചു. അങ്ങനെ നൂലപ്പം ഉണ്ടാക്കാനായിട്ട് ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തിരിക്കുന്ന പോലെയാണ്. പക്ഷേ എൻ്റെ ആരോഗ്യത്തിൻ്റെ പകുതി മുക്കാലെടുത്തിട്ടാണ് ഞാൻ തിരിച്ച് നൂലപ്പം ഉണ്ടാക്കി അതിലിടണത്. അങ്ങനെ വേഗം അതും അടപ്പത്ത് വെച്ച് അങ്ങനെ നൂലപ്പം കൂടി സെറ്റാക്കി. എന്നിട്ട് ഞാൻ നേരെ ഉണ്ണിക്കുട്ടനെ വിളിക്കാൻ പോയി. ഉണ്ണിക്കുട്ടനെ വിളിക്കാൻ പോയപ്പോൾ ഇന്ന് സ്കൂളിൽ പോകണില്ല, അവന് കാലുവേദനയൊക്കെയാണെന്ന് പറഞ്ഞാൽ പല അടവും എടുത്തു. അല്ലെങ്കിൽ ഞാൻ ഒന്ന് വിടുന്നില്ല, അവന് വയ്യ, ഇൻഫെക്ഷനൊക്കെ ആയിട്ടിരിക്കുക. അത് കാരണം വിടുന്നില്ല. അങ്ങനെ അവനെ ഏൽപ്പിച്ച് പല്ലാക്കാൻ വിട്ടപ്പോൾ അവൻ്റെ പാൻറ്റ് പുതിയതാണ്. 4 ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 4 300 200 എത്രയാണ്. പക്ഷേ 4 നല്ല അടിപൊളിയായിട്ടാകണ്ട. ഞാൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ഞാൻ പിന്നെ പതിവ് പോലെ ചോറുണ്ട്. അപ്പോൾ എത്രയുള്ള ബൈ.